ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. നാളികേരത്തിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കുന്ന ഒരു ചെറിയ സംവിധാനമാണിത്. പക്ഷേ ഇതിന് യന്ത്രസഹായമൊന്നുമില്ല. നമ്മൾ കൈകൾ കൊണ്ട് തന്നെ കറക്കി വേണം പാല് പിഴിഞ്ഞെടുക്കാൻ. ഇതിലും മെച്ചപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ടെങ്കിലും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് നിഷ്ഠകളും ശുദ്ധാശുദ്ധങ്ങളും ഒക്കെ പാലിക്കേണ്ടതുകൊണ്ട് മുഴുവൻ ഭാഗങ്ങളും ഉപയോഗം കഴിഞ്ഞ് അഴിച്ചു മാറ്റി കഴുകിയെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു സംവിധാനം വളരെ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതും. തിരക്കുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിമാരെ സംബന്ധിച്ചിടത്തോളം തേങ്ങാപ്പാൽ ചേർത്തുള്ള ചതുശതം വഴിപാടൊക്കെ വളരെ ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ്. 1-2 നാളികേരത്തിൻ്റെ കാര്യമല്ല, 100-200 നാളികേരം 1-2 പേർ തന്നെ ചിരവി പിഴിഞ്ഞ് പാലെടുക്കുക എന്നത് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. കാരണം അവർക്ക് ഇത് മാത്രമല്ല ജോലികൾ, ക്ഷേത്രത്തിലെ മറ്റനേകം ജോലികൾ കൂടി നോക്കാനുണ്ടാവും. സാധാരണ രീതിയിൽ നാളികേരം പൊട്ടിച്ച് ചിരവി ഇടിച്ചെടുത്ത് തോർത്തിൽ കെട്ടി പാൽ പിഴിഞ്ഞെടുക്കണമെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. നൂതന സാങ്കേതിക വിദ്യകളുണ്ടെങ്കിലും സാധാരണ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് അതൊന്നും താങ്ങാനാവുന്ന ഒരു കാര്യമല്ല. കാരണം വർദ്ധിച്ച ചിലവ് തന്നെ. നാളികേരം ചിരവുന്ന ഒരു മെഷീനും ഇത്തരം പാൽ പിഴിയാനുള്ള ഒരു സംവിധാനവും ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായി. ഒരു ഇരുമ്പ് പ്ലാറ്റ്ഫോമിൽ 2 കമ്പികൾ സ്ഥാപിച്ച് മധ്യത്തിലായി പിരിച്ച് കറക്കാൻ പറ്റുന്ന ഒരു ഭാഗവുമാണിത്. മുകളിൽ 4 പിടികളാണുള്ളത്. ഇതിന് താഴെ ചെറിയ സുഷിരങ്ങളോടുകൂടിയ വട്ടത്തിലുള്ള ഒരു പാത്രം ഒരു ഇരുമ്പ് ഓവിലേക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്.